ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്ന് ഈ റെഡ് ഫ്ലവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 A4 കളർ ഷീറ്റുകളാണ്. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഈ റെഡ് പേപ്പർ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ശരിക്ക് പെറ്റലിൻ്റെ ഷേപ്പായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെഡിസൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഗ്രീൻ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ഫ്ലവറിൻ്റെ തണ്ട് ഭാഗത്തെയാണ് കേട്ടോ നമ്മൾ പെഡിസൽ എന്ന് പറയാ. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഈ പെഡിസലുമേൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനു മുമ്പ് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് ഗം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 16 ഫ്ലവേഴ്സാണ് ഇതുപോലെ വേണ്ടത്. അതിനുശേഷം നമുക്ക് ഈ ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഈ ഫ്ലവർ എല്ലാം ഒട്ടിക്കാനുള്ള സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. ലീഫാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. 2 ലീവ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് 2 ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. ലീഫിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലീഫ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റുകളാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ലീഫിന് 2 സ്റ്റെമ്മിൻ്റെ ഭാഗങ്ങളാണ്. അത് നേരത്തെ നമ്മൾ ഫ്ലവറിനായിട്ട് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് ഈ സ്റ്റെമ്മിന്മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. കുറച്ച് നേരം പിടിക്കും ഒട്ടാനെന്നേ ഉള്ളൂ. ക്രിസ്മസ് ഡെക്കോറിനായിട്ടൊരു പ്ലേലിസ്റ്റ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് വർക്കുകളാണ് അതിനകത്തുള്ളത്. എല്ലാവർക്കും കൂടുതലായിട്ട് കാണാൻ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയാമോ? എങ്കിലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോസിലൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ ഓരോ ഫ്ലവേഴ്സും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവർ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലീഫും ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ വേറെ ഒന്നുകൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.